തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിനെതിരെ കേസെടുക്കണമെന്ന് കോടതി. തൊടുപുഴ പോലീസിന് തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയത്. അടിയന്തരാവസ്ഥയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിക്കിടെയായിരുന്നു PC ജോർജിന്റെ വിദ്വേഷ പ്രസംഗം. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, ജോർജിനെതിരെ കേസെടുക്കാത്തതിൽ പോലീസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നതാണ്. ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ കൂടി ഉണ്ടാകുന്നു. തീർച്ചയായും സൈഫുദ്ദീൻ, ആ നിലയിൽ തന്നെ കാണണം. കഴിഞ്ഞ 25-ാം തീയതി അടിയന്തരാവസ്ഥയുടെ 25-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് HRDS സംഘടിപ്പിച്ച പരിപാടിയിൽ അടുത്ത വിദ്വേഷ സ്വഭാവമുള്ള പരാമർശങ്ങൾ PC ജോർജ് നടത്തുകയും തുടർന്ന് കേസെടുക്കാൻ മുഖ്യമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിക്കുന്ന പരാമർശങ്ങൾ PC ജോർജ് നടത്തിയത്. ഇതിനെ തുടർന്ന് നിരവധി സംഘടനകളും വ്യക്തികളും പോലീസിലടക്കം പരാതി നൽകിയെങ്കിലും പിന്നീട് കേസെടുക്കാൻ ആരും തയ്യാറാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രി ഓഫീസിലടക്കം പരാതിപ്പെട്ടതിനെ തുടർന്ന് നടപ്പാകാത്ത സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷാണ് ഈ വിഷയം കോടതിയുടെ മുൻപിൽ കോടതി ഈ വിഷയം പരിഗണിക്കുകയും കഴിഞ്ഞ ആഴ്ച പോലീസിനോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്ന് വ്യക്തമാക്കാൻ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ നിയമോപദേശം തേടിയതിനു ശേഷം കോടതി കേസെടുക്കണം എന്ന് പോലീസിനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. PC ജോർജ് നടത്തിയ പരാമർശത്തിൽ വിദ്വേഷപരമായ പരാമർശങ്ങൾ ഉണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേസെടുക്കണം എന്ന നിർദ്ദേശം തൊടുപുഴ പോലീസിന് തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് PC ജോർജിനെതിരെ ഉടനടി തന്നെ എടുക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതേസമയം കേസ് രജിസ്റ്റർ ചെയ്താൽ നിലവിൽ മറ്റു വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിൽ കഴിയുന്ന PC ജോർജിന് വലിയ തിരിച്ചടിയാകും. ഈ ജാമ്യം റദ്ദാകാനുള്ള സാധ്യത അടക്കമുണ്ട്. ജാമ്യം റദ്ദായാൽ അറസ്റ്റിലേക്ക് കടക്കേണ്ട സാഹചര്യം പോലീസിന് മുൻപിൽ. അതുകൊണ്ട് ഇത് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നിർണായകമാണ്. PC ജോർജിനെ സംബന്ധിച്ച് നിർണായകമാണ് എന്നുമാണ് നിയമവൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. ആഷിഖ്, ഇതിപ്പോൾ ഈ കോടതിയുടെ ഇടപെടൽ വന്ന പശ്ചാത്തലത്തിലെങ്കിലും വേഗത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നൊരു നീക്കമുണ്ടാകുമെന്ന് നമ്മൾ കരുതാമോ? അങ്ങനെയെങ്കിൽ എത്ര വേഗത്തിൽ ഒരു കേസെടുക്കാനും ജോർജിനെതിരെ ഒരു നടപടിക്ക് ഒരുങ്ങാനും സാധ്യതയുണ്ട്? തീർച്ചയായും കോടതിയുടെ നിർദ്ദേശം വന്നതോടുകൂടി പോലീസിന് മുൻപിൽ മറ്റു മാർഗങ്ങൾ ഇല്ലാതാവുകയാണ്. മണിക്കൂറുകൾക്കകം തന്നെ കേസെടുത്തിട്ടില്ലെങ്കിൽ കോടതി അലക്ഷ്യമടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ട്. ആഷിഖ് തുടരുക. ഇപ്പോൾ ഹർജിക്കാരൻ അനീഷ് സുകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. അനീഷ് സുകുമാർ, നിങ്ങളുടെ ഹർജിയിൽ ആവശ്യം എന്തായിരുന്നു? പോലീസിന്റെ ഭാഗത്തുനിന്ന് എത്ര വേഗത്തിൽ ഒരു നീക്കം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് താങ്കൾ? നമ്മള് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പരാതി എന്ന് പറയുന്നത് ഇത് PC ജോർജ് ആദ്യമായി ചെയ്യുന്നൊരു കുറ്റമല്ല ഈ വർഗീയ പരാമർശം നടത്തുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെയും കുടുംബത്തിനെയും ഉൾപ്പെടെ ഇയാള് ചീത്ത പറയുകയാണ് ഉണ്ടായത്. അതായത് അവരെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വർഗീയ പരാമർശമാണ് നടത്തിയത്. എന്നിട്ടും പോലീസ് നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടും പോലീസിന് ഇതിനെപ്പറ്റി അന്വേഷിക്കണം, അല്ലെങ്കിൽ നിയമ വശങ്ങളെ പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഇത് നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇന്നും കോടതിയിൽ പോലീസ് പറഞ്ഞത് അങ്ങനെയാണ്. അവർക്ക് ഇതിന്റെ നിയമവശങ്ങളെ പറ്റി ഇനിയും പഠിക്കാനുണ്ട് എന്നാണ് പോലീസ് ഇന്നും പറഞ്ഞത്. അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് PC ജോർജിനെ സംരക്ഷിക്കാനുള്ള ഒരു ഇതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്ത് തന്നെ ആയാലും ഞങ്ങളുടെ ആവശ്യം ഇതുപോലെയുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തി നാടിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ, ഈ അന്തരീക്ഷത്തെ നശിപ്പിക്കാതെ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് ഇയാൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ശരി, നന്ദി.